നമസ്കാരം. യുകെയിലെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രദേശമാണ് മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത്. ഈ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത, അവിടെ നിരവധിയായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നു. എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിങ്ങളുണ്ട്, മറ്റ് മതസ്ഥരുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് പാർക്കുന്നതായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴിത് വാർത്താമാധ്യമങ്ങളിലെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ആൻറ്റി സെമറ്റിസം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഒരു യാഥാർത്ഥ്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞിടെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, അമേരിക്കയിലെ ഈ ജൂതന്മാരുടെ ഒഫീഷ്യൽസ്, അതായത് പ്രധാനപ്പെട്ട ഒരു കപ്പിള് അവിടെ ആക്രമിക്കപ്പെട്ടു. അവർ രണ്ടുപേരും മരിച്ചു. അവർ അടുത്തിടെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതായിരുന്നു. എന്നാൽ അവരെ എന്ത് ചെയ്തു, വെടിവെച്ചു കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൻ്റെയൊക്കെ തന്നെ ഒരു തനിയാവർത്തനം എന്നോണം ഈ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നടന്നതായിരിക്കുന്നത് തീവ്രവാദി ആക്രമണമാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയകൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്യുന്നതായിരിക്കുന്ന ഒന്ന്. അത് ഒരു സിനഗോഗിലാണ്, ജൂത സിനഗോഗിൽ നടന്നതായിരിക്കുന്ന ഒരു തീവ്രവാദി ആക്രമണമാണ്. കാറ് ഓടിച്ചു കയറ്റുന്നു, അതുപോലെ തന്നെ സ്റ്റാബിങ്, ഈ കത്തിക്കുത്ത്. അതുമൂലം 2 പേര് ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. 4 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ട് ആശുപത്രിയിലാണ്. ഈ സ്റ്റാബിങ് നടത്തിയ ആളെ എന്ത് ചെയ്തു, പോലീസ് അവിടെ വെച്ച് തന്നെ വെടിവെച്ചു കൊന്നു. അപ്പോൾ ഈ യോം കിപ്പൂർ എന്ന് പറയുന്ന ജൂതന്മാരുടേതായ ഒരു ഉത്സവമുണ്ട്. ഈ പാപപരിഹാരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയൊക്കെ ഒരു വളരെ പ്രസിദ്ധമായിരിക്കുന്ന, അവർ ആചരിക്കുന്നതായിരിക്കുന്ന ഒരു ഉത്സവമാണ് ഈ യോം കിപ്പൂർ എന്ന് പറയുന്നത്. ഒരു പരമ്പരാഗതമായിട്ട് ജൂതമതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആചാരമാണ്, ഒരു ഉത്സവമാണത്. അത് ആഘോഷിക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജൂതന്മാർക്കെതിരെയുള്ള ഇങ്ങനെയുള്ള ആക്രമണം നടക്കുന്നത് അവരുടെ ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലായിരിക്കും. ഒക്ടോബർ 7 സംഭവിച്ചത് നമുക്കറിയാം. ജൂതന്മാർ ആരും വേലക്ക് പോകാതെ അവരങ്ങനെ സാബത്ത് ആചരിക്കുന്നതായിരിക്കുന്ന ആ സമയം, അവരുടേതായിരിക്കുന്ന മതപരമായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുന്നതായിരിക്കുന്ന ഒരു ദിവസമാണ്. ഒക്ടോബർ 7 ഈ ഹമാസ് കയറി അവിടെ വലിയ കൂട്ടക്കുരുതി നടത്തിയത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ, ഈ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ, ഈ ആൻറ്റി സെമറ്റിസം, ജൂതവിരോധം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരെ, അവരെ ആക്രമിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളെ ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മാഞ്ചസ്റ്ററിലെ ഈ ദിവസവും എന്ന് പറയുന്നത്. യോം കിപ്പൂറിൻ്റെ ഭാഗമായിട്ട് അവർ ആഘോഷിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത്. അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് വളരെ വിദഗ്ധമായിട്ട് ഇടപെട്ടതുകൊണ്ടും അതുപോലെ തന്നെ ഈ ജൂതന്മാർ തന്നെ അതിനെ പ്രതിരോധിക്കുക ചെയ്തതുകൊണ്ടും മാത്രമാണ് അവിടെ മരണനിരക്ക് കൂടാഞ്ഞത്. മാത്രമല്ല, പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ വളരെ റെക്കോർഡ് വേഗത്തിൽ അവിടെ എത്തുകയും ഈ അക്രമിയെ, ഈ തീവ്രവാദിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് കൂടുതൽ പേരവിടെ മരിച്ചില്ല. അല്ലെങ്കിൽ അതിൽ അധികം ആൾക്കാർ അവിടെ മരണപ്പെടുകയായിരുന്നു. എന്നിട്ട് 2 പേര് മരിച്ചു. അതുപോലെ തന്നെ 4 പേർക്ക് ഗുരുതരമായിട്ട് ആശുപത്രിയിലാണ്. അപ്പോൾ ആൻറ്റി സെമറ്റിസം എന്ന് പറയുന്നത് ലോകത്ത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ സമയത്ത് എന്തുകൊണ്ട് ജൂതന്മാരെ ആക്രമിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഗാസയിൽ ഏതാണ്ട് 60,000-ത്തിലധികം പേരും മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ഈ സിമ്പത്തി, അത് ലോകമെമ്പാടും അങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകണം എന്ന് പല രാജ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ പറയുന്നു. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരുപാധികം എന്ത് ചെയ്യുക, ഹമാസ് തങ്ങളുടെ ബന്ദികളെ വിട്ടു തരിക, കീഴടങ്ങുക. ലോകത്തിൽ ഈ ഹമാസ് ഇസ്രായേൽ വിഷയം വളരെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ എന്താ പറയുക, സെൻസിറ്റീവായൊരു ന്യൂസായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ള തീവ്രവാദികൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ജൂതന്മാർക്കെതിരായിട്ട് അങ്ങനെ അവരെ കൊല്ലുവാനായിട്ട് പുറപ്പെടുന്നത്. UK പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ഈ ആൻറ്റി സെമറ്റിസം എന്ന് പറയുന്നത് UK നിന്ന് വേരോടെ എന്ത് ചെയ്യും, പിഴുതെറിയും എന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് കാണാനായിട്ട് സാധിക്കും. UK എന്നല്ല, അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്ത് പോലും ഈ ആൻറ്റി സെമറ്റിസം ശക്തി ആർജിച്ചു വരികയാണെന്ന് കാണാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ഞാൻ ഇതൊക്കെ മുൻപ് പറഞ്ഞതായിരിക്കുന്ന ഇൻസിഡൻറ്റ് സംഭവിച്ചത്, ഇസ്രായേൽ ഒഫീഷ്യൽസിന് നേരെയുള്ള ആക്രമണം സംഭവിച്ചത് അമേരിക്കയിലാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഒരു സഹോദര രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിൽക്കുന്നതായിരിക്കുന്ന, ജൂതന്മാർ ഏറ്റവും അധികം ഉള്ളതായിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ജൂതന്മാരുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ജൂതന്മാർക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ കാര്യം നമ്മൾ പറയ വേണ്ട എന്നുള്ള കാര്യം നമുക്കറിയാം.
അപ്പോൾ ലോകത്തെമ്പാടും സജീവമായിരിക്കുന്ന ഒന്നാണ് ഈ ഷേമിൻ്റെ മക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഷേമിൻ്റെ സന്തതി പരമ്പരയിൽ വന്നവരെ വിളിച്ചതാണ് സെമറ്റിക്കുകൾ എന്ന് പറയുന്നത്, സെമറ്റിക് വംശജരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ദുരിതം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് കാണാം. മാത്രമല്ല ലോകത്തിലെ എല്ലായിടത്തും അവരെന്ത് ചെയ്യുന്നു, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇന്ന് കാണുന്ന വിധത്തിൽ സാങ്കേതികമായിട്ടും യുദ്ധപരമായിട്ടും എല്ലാ നിലകളും സാമ്പത്തികമായിട്ടും ഒക്കെ അവരെ ഉയർന്ന ഒരു രാഷ്ട്രമല്ലായിരുന്നുവെങ്കിൽ പണ്ട് ഹോളോകോസ്റ്റ് അനുഭവിച്ച ജൂതന്മാരുടെ ഗതിയാകുമായിരുന്നു ഇന്നും അവർക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ളത് നമ്മളുടെ ഈ കാലഘട്ടത്തിലെ വാർത്തകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ലോകത്തൊറ്റപ്പെട്ടു പോകുമായിരുന്നു. ഇസ്രായേലിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ, യുദ്ധം ചെയ്യാനായിട്ട് ഒരുമിച്ച് വരുന്നതായിരിക്കുന്ന അവസ്ഥ സംജാതമാകുമായിരുന്നു. ഇന്ന് പലരും എന്തുകൊണ്ടാണ് ഇസ്രായേൽ സ്നേഹം നടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലാണെന്ന് കാണാനായിട്ട് സാധിക്കും. അമേരിക്ക ഇടഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂറോപ്പ് പോലും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൻറ്റി സെമറ്റിസം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് കാണാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രം എവിടെ തുടങ്ങുന്നോ അവിടം മുതൽ തുടങ്ങിയതാണ്. ഈ വൈരാഗ്യം എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. അത് പലരിലൂടെ പ്രാചീന കാലഘട്ടങ്ങളിൽ അവരുടെ അയൽവാസികളായിരിക്കുന്ന രാജ്യങ്ങൾ അവരോട് കാണിച്ചുവെങ്കിൽ ഇന്നത് മറ്റ് നിലകളിൽ നടക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. AD 70 ടൈറ്റസ് അവരുടെ രണ്ടാമത്തെ ദേവാലയം തകർത്തു. ജൂതന്മാരെ അവിടെ നിന്നെല്ലാം ഓടിച്ചും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ഇന്ത്യയിലും വന്നിരുന്നു. ഇന്ത്യയിൽ അവർക്ക് പീഡനങ്ങൾ ഇല്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ അവർ ഏതാണ്ട് രാജാക്കന്മാരെ പോലെ തന്നെയാണ് കഴിഞ്ഞത്. എന്നാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും മറ്റുമൊക്കെ അവർ ധാരാളം പീഡിപ്പിക്കപ്പെട്ടു എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം ആൻറ്റിസെമിറ്റിസത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നും ആ ആൻറ്റിസെമിറ്റിസത്തിന് ഒരു അറുതിയുമില്ല, ഒരു അവസാനവും വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ജൂത കൊലകൾ, അല്ലെങ്കിൽ ജൂതനെ ഉന്മൂലന നാശം ചെയ്യാനായിട്ട് ഇറങ്ങിപ്പെട്ടിരിക്കുന്ന ഈ തീവ്രവാദികളുടെ സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇന്നത്തെ ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിന് കിട്ടിയ അത്രയും പ്രാധാന്യത വേറെ ലോക ചരിത്രത്തിൽ മറ്റൊരു യുദ്ധങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എതിർ ചേരിയിൽ ജൂതനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് അല്ലെങ്കിൽ ആ യുദ്ധത്തിന് കിട്ടുന്നതായിരിക്കുന്ന ഒരു പ്രാധാന്യത ലോകത്ത് ഒരു യുദ്ധത്തിനും, ലോകമഹായുദ്ധങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. കാരണം ഒരു സൈഡിൽ നിൽക്കുന്നത് ജൂതനായതുകൊണ്ട് തന്നെ ജൂതവിരോധികൾ ഏത് വിധേന എന്ത് ചെയ്യും, ജൂതനെ എതിരായിട്ട് പറയാനും ജൂതനെ കുറ്റവാളിയാക്കാനും ജൂതനെ ക്രിമിനലാക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അവരുടെ ഭാഗത്തുള്ള ന്യായം പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, കാണാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഒക്ടോബർ 7 സംഭവിക്കാൻ പോലും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസിൻ്റെതായിരിക്കുന്ന ആ കൊള്ളരുതായ്മയാണ്. അവിടെ കടന്ന് 1200ഓളം പേരെ കൊന്നു, സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു, സ്ത്രീകളെ റേപ്പ് ചെയ്തു, കുഞ്ഞുങ്ങളെ പോലും റേപ്പ് ചെയ്തു, അവരുടെ ഓവനുകളിലും മറ്റുമൊക്കെ വെച്ച് ചുട്ട് കൊല്ലുന്നതായിരിക്കുന്ന രംഗങ്ങൾ, ടയർ കൂട്ടിയിട്ട് കത്തിച്ച് അങ്ങനെ ചാമ്പലാക്കുന്നതായിരിക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെ കണ്ട് ലോകരാഷ്ട്രങ്ങൾ അന്ന് ഇസ്രായേലിനെ സൈഡ് നിന്നു. ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞവരെ ഇന്ന് എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ന് പലരും അത് മാറ്റിപ്പറയുകയാണ്. ഇസ്രായേലെ എന്ത് ചെയ്യണം, യുദ്ധം നിർത്തണമെന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ഈ ബന്ദികൾ ഹമാസിൻ്റെ അടുത്താണ്. അവരെ മോചിപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ യുദ്ധം നിർത്തുവാനായിട്ട് അവരെ വിട്ടുകൊടുത്താൽ മതി, ആ യുദ്ധം അവസാനിച്ചു. ഈ ബന്ദികളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചു. അതുതന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ട്രംപും പറഞ്ഞിരിക്കുന്ന കാര്യം. ബന്ദികളെ വിട്ടുകൊടുക്കുക, നിരുപാധികം ബന്ദികളെ വിട്ടുകൊടുക്കുക, യുദ്ധം അവസാനിക്കും. ഇസ്രായേലും അത് അംഗീകരിച്ചു. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, യുദ്ധം അവസാനിക്കാം എന്നുള്ളത്. ഇസ്രായേലിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ആയുധം താഴെ വെക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതിൻ്റെ അവസാനത്തെ തെളിവ് കൂടിയാണിത്. അവർ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരെ തെരുവുകളിൽ കൊല്ലപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. മാഞ്ചസ്റ്ററിലെ ഈ തീവ്രവാദി ആക്രമണത്തോടുള്ള ബന്ധത്തിൽ ഒരാളെ വെടിവെച്ച് കൊന്നുവെങ്കിലും ഇതിൻ്റെ പിന്നിൽ വേറെയും ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വേറെയും ഇതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ടാകാം എന്നുള്ളതാണ്. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുമ്പോഴേ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.